സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 10 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 3, ഷോർട്ട് ലിസ്റ്റ് 5 ഉൾപ്പെടെ 8 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1, ഇൻ്റർവ്യൂ അറിയിപ്പ് 1. ആദ്യം ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിറ്റർ ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 688/2023. സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഫിറ്റർ, കാറ്റഗറി നമ്പർ 688/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 3/10/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള പട്ടം ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്തുന്നു. ഹാജരാകേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, SMS, ഇമെയിൽ എന്നിവ നൽകിയിട്ടുണ്ട്. ഈ തസ്തികയുടെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായ പ്രമാണങ്ങളുടെ അസൽ പ്രമാണ പരിശോധന ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയിപ്പ് നൽകിയിട്ടില്ല. ഉദ്യോഗാർത്ഥികൾ അന്വേഷണങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ GR 8 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464440. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, കാറ്റഗറി നമ്പർ 129/2020. അടുത്ത ഷോർട്ട് ലിസ്റ്റ് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, എക്സ് സർവീസ്മെൻ ഉള്ളി, കാറ്റഗറി നമ്പർ 716/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് സെക്കൻഡ്, ഇലക്ട്രോ പ്ലാറ്റിംഗ്, കാറ്റഗറി നമ്പർ 92/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 56. ലിസ്റ്റിലാകെ 44 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസിലേക്ക് ജൂനിയർ ലെക്ചറർ ഇൻ കഥകളി ചെണ്ട, കാറ്റഗറി നമ്പർ 686/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 12 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 12 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, കാറ്റഗറി നമ്പർ 517/2022. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക്സ്, കാറ്റഗറി നമ്പർ 306/2022. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക്സ്, കാറ്റഗറി നമ്പർ 306/2022 എന്ന തസ്തികയുടെ ഇൻ്റർവ്യൂ 2024 ഒക്ടോബർ മാസം 3, 4, 16, 17, 18, 23, 24, 25 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഇത് സംബന്ധിച്ച് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ GR 7 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464441. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, എക്സ് സർവീസ്മെൻ ഉള്ളി, കാറ്റഗറി നമ്പർ 716/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ആൻഡ് ST ഉള്ളി, കാറ്റഗറി നമ്പർ 451/2023. അടുത്തതൊരു ഇറാറ്റം നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ സാൻസ്ക്രിറ്റ് ജനറൽ, കാറ്റഗറി നമ്പർ 133/2015. പരീക്ഷാ കേന്ദ്ര മാറ്റം അറിയിപ്പ്. 28/9/2024 ശനിയാഴ്ച
1:30 മുതൽ 3:30 വരെ നടത്തുന്ന ക്ലർക്ക് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കാറ്റഗറി നമ്പർ 503/2023. കോട്ടയം ആൻഡ് കോഴിക്കോട് ഡിസ്ട്രിക്ട്സ് എന്ന തസ്തികയിലേക്കുള്ള OMR പരീക്ഷയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ചുവടെ പറയും പ്രകാരം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. പഴയ പരീക്ഷാ കേന്ദ്രം വടക്കുംപാട് HSS, പാലേരി, കുറ്റിയാടി, സെൻറ്റർ ഫസ്റ്റ്, കോഴിക്കോട്. പുതിയ പരീക്ഷാ കേന്ദ്രം GHSS, ആവാല, കുട്ടോത്ത്, സെൻറ്റർ ഫസ്റ്റ്, കുട്ടോത്ത്, മേപ്പയൂർ, കോഴിക്കോട്. ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ 19,76,002 മുതൽ 19,76,201 വരെ. പഴയ പരീക്ഷാ കേന്ദ്രം വടക്കുംപാട് HSS, പാലേരി, കുറ്റിയാടി, സെൻറ്റർ സെക്കൻഡ്, കോഴിക്കോട്. പുതിയ പരീക്ഷാ കേന്ദ്രം GHSS, ആവാല, കുട്ടോത്ത്, സെൻറ്റർ സെക്കൻഡ്, കുട്ടോത്ത്, മേപ്പയൂർ, കോഴിക്കോട്. ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ 19,76,202 മുതൽ 19,76,401 വരെ. മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നിക്കൽ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം. ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ. കാസർഗോഡ് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഹെഡ് ഓഫീസിൽ നിന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. കോഴിക്കോട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് അറബിക്. കോഴിക്കോട് ജില്ലയിലേക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈൻമാൻ. ഹെഡ് ഓഫീസിൽ നിന്നും KSRTC, KFCK, KSFDC എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് NCC, സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് എക്സ് സർവീസ്മെൻ ഓഫ് SC ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഇലക്ട്രീഷ്യൻ. ഹെഡ് ഓഫീസിൽ നിന്ന് KLDCയിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ. തൃശ്ശൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. ഹെഡ് ഓഫീസിൽ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്. തൃശ്ശൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST. മലപ്പുറം ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസ് MSPയിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് അസിസ്റ്റൻറ്റ്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, സെക്കൻഡ് NCA ST വിഭാഗക്കാർക്കായി. മലപ്പുറം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്, നാച്ചുറൽ സയൻസ്, കന്നഡ മീഡിയം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.